ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പരിക്കിൽ നിന്നും മുക്തനായി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ മെസ്സി ഒരിക്കൽ കൂടി തൻ്റെ മികവ് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയായിരുന്നു. ലീഗ്സ് കപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ 1-3 ഗോളുകൾക്ക് ഒർലാൻഡോ സിറ്റിയെ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല മെസ്സി തന്നെയാണ്. ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിക്കൊണ്ട് ലീഗ്സ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്റർ മയാമിയെ കൊണ്ടുപോവുകയായിരുന്നു. 2 ആഴ്ചകൾക്ക് മുൻപേ ഇതേ ടീമിനോട് 1-4 ഗോളുകൾക്ക് ഇന്റർ മയാമി നാണം കെട്ടുകൊണ്ട് തോറ്റപ്പോൾ അന്നവരെ രക്ഷിക്കാൻ ലയണൽ മെസ്സി ഇല്ലായിരുന്നു. പക്ഷെ ഇത്തവണ മെസ്സി ഉണ്ടായപ്പോൾ ഒർലാൻഡോ സിറ്റിക്ക് ഇവരോട് പരാജയം രുചിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മറ്റൊരു കിരീടത്തിന്റെ അരികിലേക്കെത്താൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെസ്സിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് ലയണൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിന് മുന്നേ ഇന്റർ മയാമിക്ക് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഫൈനലുകളിൽ പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മെസ്സി വന്നതോടുകൂടി ആ ഇമ്പാക്റ്റ് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. 2 ഫൈനലുകൾ മെസ്സി വന്നതോടുകൂടി ഇന്റർ മയാമി കളിച്ചിട്ടുണ്ട്. കൂടാതെ 2 കിരീടങ്ങൾ അവർ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഫൈനൽ പ്രവേശനം അവരിപ്പോൾ സാധ്യമാക്കിയിട്ടുണ്ട്. 3ാമത്തെ കിരീടത്തിന്റെ തൊട്ടരികിലാണ് മെസ്സിയും സംഘവും ഇപ്പോൾ ഉള്ളത്. മെസ്സിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒന്നുമല്ലാത്ത ഒരു ടീമിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ മെസ്സിക്ക് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതുവരെ 73 മത്സരങ്ങളാണ് മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതായത് അടുത്ത ലീഗ്സ് കപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ 73 മത്സരങ്ങൾക്കിടയിൽ മെസ്സി ടീമിനോടൊപ്പം നേടുന്ന 3ാമത്തെ കിരീടമായിരിക്കും ഇത്. അതായത് ശരാശരി 24 മത്സരങ്ങൾക്കിടയിൽ ഓരോ കിരീടങ്ങൾ വീതം നേടാൻ മെസ്സിക്ക് കഴിയുന്നു എന്ന ഒരു കണക്കിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായും അത്ഭുതകരമായ ഒരു കണക്ക് തന്നെയാണ് ഇത്. ഏതായാലും ആ ഒരു 3ാമത്തെ കിരീടം സ്വന്തമാക്കാൻ മെസ്സിക്കും സംഘത്തിനും കഴിയുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.